മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയെ അംഗീകരിക്കാത്ത വിഭാഗമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ അധികാരത്തിലെത്തിയിട്ടുള്ളത് എന്നതാണ്. RSSനെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷത എന്ന മൂല്യത്തെ, ആശയത്തെ അവരംഗീകരിക്കുന്നതേയില്ല. അതൊരു പാശ്ചാത്യ ആശയമാണ് എന്നാണ് അവരുടെ ആദ്യത്തെ വിമർശനം. മതനിരപേക്ഷത ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് RSS പരസ്യമായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഭരണഘടനയെയും അവർ അംഗീകരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ RSS പ്രതീക്ഷിച്ചത് 400-ൽ പരം സീറ്റ് നേടി BJP തനിച്ച് നേടി ഇന്ത്യയിൽ അധികാരത്തിൽ വരും എന്നായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിവിധ സന്ദർഭങ്ങളിൽ ഈ കാര്യം മാധ്യമങ്ങളുടെ മുൻപാകെ പറയുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങളുടെ മുൻപാകെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല, അദ്ദേഹം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു അവരുടെ പ്രതീക്ഷ. ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയും, 400-ലധികം സീറ്റുകൾ കിട്ടും. അങ്ങനെ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യും എന്നൊക്കെ ഒരുപാട് കോണുകളിൽ നിന്നും ആശങ്കകൾ ഉയർന്നു വന്നിരുന്നു. ഭേദഗതി ആയിരുന്നില്ല അവരുടെ മനസ്സ്. പിന്നെയോ ഈ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഇപ്പോഴത്തെ ഭരണഘടന തന്നെ മാറ്റി പുതിയൊരു ഭരണഘടന കൊണ്ടുവരണം എന്നാണ് അവർ ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കാൻ RSSകാരായ ഒരു കൂട്ടം സന്യാസിമാരുടെ സംഘത്തെ ചുമതലപ്പെടുത്തി. അവർ ഒരു പുതിയ ഭരണഘടനയുടെ കരട് തയ്യാറാക്കി RSS ആസ്ഥാനത്ത് ഏൽപ്പിച്ചു. ഏത് പുതിയ ഭരണഘടന? 2024 തെരഞ്ഞെടുപ്പിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 400-ൽ പരം സീറ്റ് കിട്ടി അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റണം എന്നായിരുന്നു തീരുമാനം. മതനിരപേക്ഷ രാഷ്ട്രം മതരാഷ്ട്രമായി മാറ്റുക. ആ മതരാഷ്ട്രത്തിന്റെ ഭരണഘടന അതാണ് തയ്യാറാക്കിയത്. ആ ഭരണഘടന മനുസ്മൃതിയെ ആധാരമാക്കിക്കൊണ്ടുള്ള ഭരണഘടനയാണ്. ആ ഭരണഘടന തയ്യാറാക്കി വെച്ച് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു. തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം തന്നെ ജയിച്ചു. പക്ഷെ വിജയികളെ നിരാശപ്പെടുത്തുന്ന വിജയമാണ് ഉണ്ടായത്. ചരിത്രത്തിൽ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയും വിജയമുണ്ടാവും. സാധാരണ വിജയം വിജയികളെ ആവേശഭരിതരാക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ വിജയം വിജയികളെ നിരാശപ്പെടുത്തും. ഇത് BJP RSSനെ നിരാശപ്പെടുത്തിയ വിജയമായിരുന്നു. എന്താ കാരണം? 400-ൽ പരം സീറ്റ് പ്രതീക്ഷിച്ചവർക്ക് 300 തികഞ്ഞില്ല, 240-ൽ നിന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. സഖ്യകക്ഷികളുടെ ബലത്തിൽ മാത്രം സർക്കാർ രൂപീകരിക്കേണ്ടതായി വന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെ ഭരണഘടന മാറ്റാൻ കഴിയില്ല ഇപ്പോൾ. അപ്പൊ തൽക്കാലം ആ ഭരണഘടന മാറ്റിവെച്ചിരിക്കുകയാണ്. മതരാഷ്ട്രത്തിന്റെ ഭരണഘടന. മതരാഷ്ട്രം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഹിന്ദു രാഷ്ട്രം എന്നാണ്. നമ്മുടെ നാട്ടിൻ പുറത്ത് ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന മതവിഭാഗത്തിൽപ്പെടുന്ന ചില ആളുകളെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കായിട്ടൊരു രാജ്യം വരാൻ പോവുകയാണ്, RSSകാർ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കും എന്നാണ് ഉള്ളിൽ കരുതുന്നത്. എന്നാൽ ഹിന്ദുക്കളുടെ രാജ്യമല്ല വരാൻ പോകുന്നത്, പിന്നെയോ ഹിന്ദുത്വ രാഷ്ട്രമാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഹിന്ദു അല്ല, ഹിന്ദുത്വ എന്ന് ആദ്യമായി പറഞ്ഞത് സവർക്കർ തന്നെയാണ്. സവർക്കർ വിശദീകരിക്കുന്നുണ്ട്, ഹിന്ദു അല്ല, ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം, പിന്നെയോ ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാക്കുകയാണ്. എന്താണ് ഹിന്ദുത്വ? 1923 സവർക്കർ ദ എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയത്. അത് ഹിന്ദുത്വ എന്ന പേരിൽ എല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെട്ടു. ആ പുസ്തകമാണ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പുസ്തക രൂപത്തിൽ ഇറങ്ങിയ, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത ആക്രമണോത്സുകമായ വർഗീയ പ്രത്യയശാസ്ത്രം. അതാണ് അത്. മതരാഷ്ട്രവാദമാണ്. മതരാഷ്ട്രവാദം. ഹിന്ദു എന്ന് വിളിച്ചാലോ? ഹിന്ദു എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്.
നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീഗ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീഗ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.